ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ അസൂയ. 73 സങ്കീർത്തനം 3 വാക്യത്തിൽ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിയെ ഉരുക്കുന്നതാണ്. ആരെങ്കിലും ഉയർന്ന് കാണുമ്പോൾ ചിലർക്ക് അതിൽ അസൂയ തോന്നുന്നു. നമുക്ക് ആ ഉയർച്ച കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ലെങ്കിലും മനസ്സിനൊരു വല്ലായ്മ ആലോചിച്ച് നോക്കിയാൽ അത് കാണാൻ കഴിയും. ആ ആളോട് ഒരു 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 പരുഷഭാവം തോന്നും. ചിലപ്പോൾ ആ പരുഷഭാവം കുറെ കൂടി മൂത്ത് പകയായിത്തീരും. പിന്നെ അയാളെ എവിടെ തരം കിട്ടിയാലും ഒന്ന് താഴ്ത്തി കെട്ടാൻ തക്കം നോക്കും. ഈ രോഗം ഉള്ളിൽ കിടന്ന് നീറും. ഈ നീറ്റൽ ശരീരത്തെ ശോഷിപ്പിക്കുകയും മനസ്സിനെ മതിക്കുകയും ആത്മീയ ചിന്തയുടെ വേരറുക്കുകയും ചെയ്തു കഴിയുമ്പം അയാൾ ശത്രുതയുടെ മൂർത്തിഭാവമായി മാറും. സ്നേഹിതർ ഇങ്ങനെ നിരന്തരം ശത്രുക്കൾ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള മനോഭാവത്തിലുള്ളവർ ഒടുവിൽ അത് തിരിച്ചടിയായി വന്ന് നമുക്ക് തന്നെ ആപൽക്കരമായി ഭാവിക്കുന്നു. നമുക്കെന്ന് പറയുമ്പം അസൂയ ഉള്ളവർക്ക് മറ്റേയാൾക്കും അത് ദോഷകരമായി തീർന്നു എന്ന് വരാം. അന്യരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവർക്ക് സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്, തന്മൂലം ദീർഘായുസ്സുണ്ട്. നേരെ മറിച്ച് അസൂയാലുക്കളായവരുടെ സ്ഥിതിയോ തിരുവചനത്തിൽ അതിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. കയീനും ഹാബേലും, ദാവീദും ശൗലും, ആദാമും ഹവ്വായും, ഇങ്ങനെ പോകുന്നു എൻ്റെ ലിസ്റ്റ്. കയീൻ്റെ അസൂയ മൂർത്തീഭവിച്ച് അത് പൈശാചികമായപ്പോൾ ഹാബേൽ കൊല്ലപ്പെട്ടു. ആദാമിൻ്റെയും ഹവ്വായുടെയും സന്തുഷ്ട ജീവിതത്തിൽ ഇടങ്കോലിടുവാൻ അസൂയാലുവായ സാത്താൻ ഉപായം പ്രയോഗിച്ചു. അതിൻ്റെ ഫലം സാത്താൻ കൂടുതൽ ശാപഗ്രസ്തനായി മാറ്റപ്പെട്ടു. ദാവീദ് ഗോലിയാത്തിനെ വധിച്ചതിൽ ശൗലിന് കൂടുതൽ കടുത്ത അസൂയുണ്ടായി. തനിക്കും തൻ്റെ പടനായന്മാർക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം ഇടയബാലനായ ദാവീദ് ചെയ്തത് ശൗലിന് സഹിക്കാൻ പറ്റിയില്ല. ഇസ്രായേൽ ജനം ദാവീദിന് ജയ പാട്ടുപാടിയപ്പോൾ ശൗലിലെ അസൂയ ആളി കത്തി. തന്നെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച ശൂരപരാക്രമിയും സ്വന്തം മരുമകനുമായ ദാവീദിനെ ഇങ്ങനെ ശൗലിൻ്റെ പരമശത്രുവായി മാറി. തൻ്റെ മകൻ്റെ ഉയർച്ച സന്തോഷിക്കേണ്ട ശൗലിൻ്റെ ഹൃദയം അസൂയയിൽ പോഞ്ഞ് നേറി. പല രീതിയിലും ശൗൽ ദാവീദിനെ വകവരുത്താൻ നോക്കി. ഒടുവിൽ അതൊക്കെയും ശൗലിന് മാനഹാനിക്കും നിത്യ നാശത്തിനും സിംഹാസനം നഷ്ടപ്പെടുന്നതിനും മരണത്തിനും കാരണമായി. അന്യന് ഉയർച്ചയുണ്ടായാൽ നമുക്ക് ആനന്ദിക്കാം. ഈ വചനത്തിൽ